പ്രാണികളിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു ഗുണപാഠം. നമുക്കറിയാം, പ്രാണികൾ കൂട്ടമായിട്ടാണ് വരിക. വേണമെങ്കിൽ കടുന്നലായിരിക്കാം, തേനീച്ചയായിരിക്കാം. കൂട്ടമായിട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ അത് എത്ര അപകടകാരിയായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രാണികൾക്ക് ആയുധങ്ങളുണ്ടോ? ഇല്ല. മാരകമായ ആയുധങ്ങൾ, തോക്കോ വാളോ ഒന്നും അവരുടെ കൈവശമില്ല. പക്ഷേ അവരുടെ കൂട്ടം, എണ്ണം, അതാണ് നമ്മെ ഒരുപാട് ശല്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെ നമ്മൾ കാണണം ലഘുഭാവത്തെ. ചിലരെ സംബന്ധിച്ചിടത്തോളം ലഘുഭാവം അത് നിസാരം. നമ്മൾ അതേക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ബലഹീനതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതങ്ങ് പൊക്കോളും. ഈച്ചകൾ, പ്രാണികൾ, അത് ഒരുപാട് കൂട്ടത്തോടെ വന്നു കഴിയുമ്പോൾ സംഭവിക്കാവുന്നത്. ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ മരിക്കാൻ കാരണം പറഞ്ഞത് കടുന്നൽ കൂട് അത് ഇളകി എങ്ങനെയോ ആ കടുന്നൽ കൂട്ടമായിട്ട് വന്ന് അദ്ദേഹത്തെ കുത്തിയതാണ്. മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യം, അദ്ദേഹം പാടത്ത് വിതച്ചു. പക്ഷേ ഇത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാടത്ത് ഒറ്റ നെല്ല് പോലും, ഒറ്റ വിത്ത് പോലും, വിതച്ച ഒരു വിത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷികൾ കൂട്ടമായിട്ട് വന്ന് അതെല്ലാം കൊത്തിയെടുത്തോണ്ട് പോയി. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അവരായുധധാരികളായിട്ട് വന്നു എന്നതല്ല, പക്ഷേ കൂട്ടമായിട്ട് വന്നു. ഇതുപോലെ ലഘുഭാവം കുന്നുകൂടിയാൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു വിശുദ്ധ പഠിപ്പിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞിട്ടുള്ളത്, മണൽത്തരി എന്നാ ഉണ്ട്. നമുക്കറിയാം ഒരു മണൽത്തരി. പക്ഷേ മണൽ കാറ്റ് വരുമ്പോൾ അതിൽപ്പെട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. മണൽക്കാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരിയോ 2 തരിയോ അല്ല, മണൽക്കാറ്റ്. ഏതാണ്ട് ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാൻ ലഘുപാപത്തിന് ശക്തിയുണ്ട്. അത് കൂട്ടമായിട്ട് വരുമ്പോൾ, അതാണ് ഈ വിശുദ്ധ സൂചിപ്പിച്ചത്. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചില ചെറു കുറുക്കന്മാർ. ആനയെ വെച്ച് നോക്കുമ്പോൾ കുറുക്കൻ വലുതുമാണ്. അതല്ലെങ്കിൽ വലിയ കാട്ടുപോത്ത്, കാട്ടുപന്നി, അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന ചില ചെറു കുറുക്കന്മാരുണ്ട്. അവയെ പിടികൂടണം, അല്ലെങ്കിൽ തോട്ടം നശിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. സഭാപ്രസംഗൻ 10-ാം അധ്യായം ആദ്യ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചത്ത ഈച്ചയ്ക്ക് പരിമളത്തിൽ ദുർഗന്ധം പരത്താൻ പറ്റും. ഒരു ഈച്ചയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ലഘുപാപത്തിന് നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയത നശിപ്പിക്കാൻ ശക്തിയുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. സാത്താൻ്റെ ഒരു തന്ത്രം നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സാത്താൻ്റെ തന്ത്രം, അവൻ ചിലപ്പോൾ ലഘുപാപത്തിന് നമ്മെ പ്രേരിപ്പിക്കും. മാരകപാപം അരുത് എന്ന് കർശനമായിട്ട് പറയും. ലഘുപാപം അതിന് വേണേൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിന് പല വിധത്തിലുള്ള ന്യായീകരണങ്ങളായിരിക്കാം അവൻ കൊണ്ടുവരിക. ഇനി ഒരുപാട് ലഘുപാപം ചെയ്ത് കഴിയുമ്പോൾ സാത്താന് തന്നെ അറിയാം, പിന്നെ ഇവർക്ക് മാരകപാപം ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മാരകപാപം ചെയ്താൽ പോലും അവർക്ക് ഒരു മനസ്താപമോ അങ്ങനെയുള്ള കാര്യമോ വരണമെന്നില്ല. കാരണം ഓവർ ദ ലിമിറ്റായിട്ട് ഈ നിരവധിയായിട്ടുള്ള ലഘുപാപങ്ങൾ ചെയ്യിച്ച് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഇതോടെ കഠിനമായി മാറിയിട്ടുണ്ടായിരിക്കാം. സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എല്ലാ പാപവും ഒരുപോലെ അല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന എല്ലാ പാപവും, അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം, ഒരു വൈദികനും അൽമായനും ഒരേ പാപം ചെയ്താലും അവർക്ക് കിട്ടുന്ന ശിക്ഷണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ലൂക്കായുടെ സുവിശേഷം 12, 47, 48 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായി തെറ്റ് ചെയ്യുന്നതെങ്കിൽ ലഘുവായേ ശിക്ഷിക്കപ്പെടും. എന്നാൽ അറിവ് കിട്ടിയിട്ട് അതേ പാപം ചെയ്യുമ്പോൾ അവനുള്ള ശിക്ഷ കുറച്ചുകൂടി കഠിനമായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ആദ്യ പാപം. നമുക്കറിയാം, ആദം ഹവ്വ ചെയ്ത ആദ്യ പാപം അനുസരണക്കേട്. ദൈവം കൽപ്പിച്ചത്, ദൈവം അനുശാസിച്ചത് അതുപോലെ അവർ അനുസരിച്ചില്ല എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? പറുദീസായിലായിരുന്നവർ പെരുവഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പോലെ ആയി. രണ്ടാമത്തേതാണ് ലഘുപാപം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലഘുപാപമാണെങ്കിലും അത് എണ്ണമറ്റതായാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാം, നമ്മുടെ ആത്മീയതയ്ക്ക് കളങ്കം വരാം എന്നുള്ളത് നാം തിരിച്ചറിയണം.
മൂന്നാമത്തേതാണ് മാരകപാപം. മാരകപാപം എന്ന് പറയുമ്പോൾ ഒരു പാപം മാരകമാകണമെങ്കിൽ 3 കാര്യം. ഒന്ന്, അതിൻ്റെ വിഷയം ഗൗരവമുള്ളതായിരിക്കണം. രണ്ടാമത്തേത്, നാം അത് ചെയ്തത് അറിവോടെ ആയിരിക്കണം. മൂന്നാമത്തേത്, പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം. നമുക്ക് കൃത്യമായ അറിവില്ലായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൃത്യമായ സമ്മതത്തോടു കൂടിയല്ല. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിർബന്ധിച്ചതായിരിക്കാം. അങ്ങനെയുള്ളിടത്ത് അത് മാരകമാകുന്നില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊന്നാണ് സ്വർഗത്തെ നോക്കി വിലപിക്കുന്ന പാപം. ഉൽപ്പത്തി 4:10 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കായനോട് ആബേലിനെ കുറിച്ച് ദൈവം സംസാരിച്ചത്, ആബേലിൻ്റെ രക്തം സ്വർഗത്തെ നോക്കി വിലപിക്കുന്നു. 2 സാമുവേൽ 21:1 വായിച്ചാൽ സാവൂളിൻ്റെ കുടുംബത്തിന് രക്തപാതക കുറ്റമുണ്ട് എന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കൊലപാതകം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് രക്തപാതക കുറ്റമാണ്. മറ്റൊന്നാണ് സാമൂഹിക പാപം, സോഷ്യൽ സിൻ. ഉദാഹരണത്തിന്, ഒരാൾ മോഷ്ടിക്കുമ്പോൾ ആ മോഷ്ടിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, മോഷ്ടിക്കപ്പെട്ട വ്യക്തിയെയും അത് ബാധിക്കുന്നുണ്ട്. ബലാത്സംഗം ചെയ്ത ആ വ്യക്തി തീർച്ചയായിട്ടും ഗൗരവമുള്ള പാപമാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബലാത്സംഗം ചെയ്യപ്പെട്ട വ്യക്തിയുടെ മാനസികാവസ്ഥ, ഒരു പാപം ചെയ്യുന്നില്ലെങ്കിലും അവരുടെ മനസ്സിന് മുറിവേറ്റ് അത് അവരെ ഡിസോർഡറിലേക്ക് പോലും കൊണ്ടുപോയെന്ന് വരും. സാമൂഹിക പാപങ്ങൾ അതിൽപ്പെടുന്നതാണ്. അവസാനത്തേതാണ് റോമാസിംഹാസനത്തിന് മാത്രം ക്ഷമിക്കാൻ പറ്റുന്ന 5 പാപങ്ങളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഈ പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റോമാസിംഹാസനത്തിന് ആ പാപം മോചിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇടവപ്പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചാൽ തീരുന്നതല്ല എന്ന്. ഒന്ന്, മാർപ്പാപ്പയുടെ മേൽ കൈവെക്കുന്നത്. രണ്ടാമത്തേത്, റോമാസിംഹാസനത്തിൻ്റെ അനുവാദമില്ലാതെ മെത്രാനായിട്ട് ഒരാളെ വാഴിക്കുന്നത്. മൂന്നാമത്തേത്, തിരുവോസ്തിയെ അവഹേളിക്കുന്നത്. നാലാമത്തേതാണ് കുമ്പസാര രഹസ്യം പരസ്യമാക്കുന്നത്. അഞ്ചാമത്തേതാണ് അബ്സോൾവിങ് ദി അക്കംപ്ലിഷ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്ത്രീയുമായിട്ട് ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, എന്നിട്ട് ഞാൻ അവരോട് പറയുകയാണ്, ഞാൻ തന്നെ കുമ്പസാരിപ്പിച്ചോളാം, വേറെ ആരും അറിയണ്ട. അതാണ് ഈ 5ാമത്തെ പാപം, അബ്സോൾവിങ് ദി അക്കംപ്ലിസ്. അത് മാരകമായിട്ടുള്ള ഒരു പാപമാണ്. റോമാ സിംഹാസനത്തിന് മാത്രം ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പാപം. പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതും സ്വർഗത്തിന് അർഹരാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.